നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുദർശന TV ചാനലിലെ 2025 വാർഷിക ഫലത്തിലേക്ക്, ഓരോ നാളുകാരുടെയും വാർഷിക ഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി അശ്വതി നാളാണ്. അശ്വതി നാള് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ നാളാണ്. 2025 പൊതുവിൽ അശ്വതി നാളുകാർക്ക് ഗുണത്തെയും ദോഷത്തെയും ഒന്നുപോലെ പ്രദാനം ചെയ്യും. എന്നാലും ഗുണത്തിനാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത്. അപ്പോൾ ദോഷം വരുമ്പോൾ തീർച്ചയായും മനസ്സ് പതറാതിരിക്കുക. ദോഷങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടതിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത് വിശ്വസിക്കുക. കലാകാരന്മാർക്കും പ്രൊഫഷണൽ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും മുടങ്ങിക്കിടക്കുന്ന ധനം ലഭിക്കാനുള്ള ചാൻസ് വളരെയേറെ കാണുന്ന വർഷമാണ് 2025. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള അവസരം അശ്വതി നാളുകാരിൽ പലർക്കും വന്നു ചേരുന്നതിനായിട്ട് സാധ്യത കാണുന്നു. അതുപോലെ തന്നെ നിർത്തണം എന്ന് തോന്നുന്ന പല ബിസിനസ്സുകളും, അത് ചെറുകിട ബിസിനസ്സുകളാണെങ്കിലും വൻകിട ബിസിനസ്സുകളാണെങ്കിലും അത് ലാഭത്തിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ കഴിയും. അതും 2025 നിങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. ഈ വർഷാവസാനം തീർച്ചയായിട്ടും വലിയ ലാഭത്തിലേക്ക് വ്യവസായങ്ങളും മറ്റും കൊണ്ട് നിങ്ങളെ 2025 വലിയൊരു മാറ്റത്തിലേക്ക്, വലിയൊരു വളർച്ചയിലേക്ക്, വ്യവസായമാണെങ്കിലും കച്ചവടസ്ഥിതിയാണെങ്കിലും എന്തും ഏതിലും ഒരു വലിയ വിജയം നമുക്ക് 2025 ദർശിക്കാനാകും. ആ 2025 തുടക്കമൊക്കെ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും ഏകദേശം മാർച്ച് കഴിയുന്നതോടുകൂടി അശ്വതി നാളുകാർക്ക് പൊതുവിലൊരു വളർച്ച, അല്ലെങ്കിൽ ഒരു പൊതുവിൽ സമൂഹത്തിലൊരു വലിപ്പം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആരോഗ്യ മേഖല, പൊതുമേഖല, വാഹന മേഖല, അതുപോലെ തന്നെ കാർഷിക മേഖല, ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പൊതുവിൽ ധനലാഭം, സാമ്പത്തിക വർധനവ് എന്നിവ ഉണ്ടാകുവാനുള്ള ഒരു ചാൻസ് 2025 അശ്വതി നാളുകാർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം പൂർണ്ണമായും ലഭിക്കുന്ന വർഷമാണ് 2025. അലസതയൊക്കെ മാറി പരീക്ഷകളിലൊക്കെ നല്ല വിജയം കാണുന്ന ഒരു വർഷമാണ് അശ്വതി നാളുകാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർച്ചയായിട്ടും ഈശ്വര അനുഗ്രഹം നേടുന്നതിനായി ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ പരീക്ഷകളും പഠനവും ഒക്കെ മുന്നോട്ട് നീക്കിയാൽ വലിയ വിജയം തന്നെയാണ് അശ്വതി നാളുകാരായ വിദ്യാർത്ഥികൾക്ക് കാണുന്നത്. പിന്നെ രോഗദുരിതങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ടാകും. 2024 കാലങ്ങളിൽ വരെ രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ വലുതായി അനുഭവിച്ചിരുന്ന ആളുകൾക്ക് അതിനൊരു മാറ്റം വരുന്ന വർഷം കൂടിയാണ് 2025. പൊതുവിൽ അശ്വതി നാളുകാർക്ക് നല്ല ഒരു വർഷമായിട്ടാണ് 2025 തുടക്കം മുതൽ അവസാനം വരെ കാണുന്നത്. പിന്നെ യോഗ, അതുപോലെ വ്യായാമ മുറകൾ പരിശീലിക്കൽ, അതിലൂടെയൊക്കെ യോഗയിലും വ്യായാമ മുറ പരിശീലിക്കലിലുമൊക്കെ പങ്കെടുത്താൽ തന്നെ രോഗത്തിൻ്റെ ഒരു വലിയ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ശാരീരിക സ്ഥിതിക്ക് നല്ല ക്രമീകരണമുണ്ടാകും. അതോടൊപ്പം തന്നെ മാനസികമായൊരു സന്തോഷം വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ പൈതൃക വ്യവസ്ഥകളെ വളരെ സന്തോഷചിത്തരാക്കി മാറ്റേണ്ടുന്ന കാലമാണ് 2025. അങ്ങനെ ചെയ്താൽ
നമുക്കുണ്ടാകുന്ന ധനസമൃദ്ധി ഇരട്ടിയായി മാറും, അല്ലെങ്കിൽ സമൃദ്ധി ഇരട്ടിയായി വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പിതൃപൂജ, ബലി, തിലഹവനം തുടങ്ങിയവ ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായും 2025 സംതൃപ്തിദായകമായൊരു വർഷമായിട്ട് മാറുന്നു. ദോഷങ്ങൾക്ക്, അതായത് ജാതകപരമായി നിലനിൽക്കുന്ന ചില ദോഷങ്ങൾക്ക് പരിഹാരമുണ്ട്. അതായത് ഭഗവാൻ ശ്രീ പരമേശ്വര സന്നിധിയിലെത്തി ജലധാരയും പിൻവിളക്കും നടത്തുക, ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക, ഭഗവതി സേവ നടത്തുക, ശാസ്താവിന് നീരാജനം, എള്ളുപായസം എന്നിവ വഴിപാടായി സമർപ്പിക്കുക. ഇഷ്ടദേവത ആനുകൂല്യം പൂർണ്ണമായും ലഭിക്കുന്ന വർഷമാണ് 2025. ആയതുകൊണ്ട് തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലൊക്കെ കൂടെ പോകുന്നതിനായിട്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്നതിനായിട്ട് കഴിയണം. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോകണം. നോക്കുമെങ്കിൽ നമ്മൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ കുടുംബസമേതമോ ഒക്കെ പോവുക. പ്രാർത്ഥനകളിൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുക. ഭൃത്യ തലത്തിൽ നിന്നുകൊണ്ട്, അതായത് ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്ന് ക്ഷേത്ര ചൈതന്യത്തിലേക്ക് നോക്കി കണ്ണടയ്ക്കാതെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് വളരെ വലിയ ഗുണങ്ങളും സമ്പൽ സമൃദ്ധിയും മോക്ഷദായകമായ ജീവിത വ്യവസ്ഥകളുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അശ്വതി നാളുകാരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പോലെയുള്ള പദ്ധതികൾക്കൊക്കെ വിജയം കാണുന്നതിനായിട്ടുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന അശ്വതി നാളുകാർക്ക് പ്രശസ്തിക്കും പുതിയ സ്ഥാന ലഭ്യതയ്ക്കും കാരണം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയിൽ അതായത് കാർഷിക പ്രതിഭാ തലത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ കാർഷിക പ്രതിഭാ തലത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള അംഗീകാരങ്ങൾ, സമൂഹത്തിലെ കൂട്ടായ്മകളിലൊക്കെ സംഘടനാ നേതൃത്വം തുടങ്ങി രാഷ്ട്രീയത്തിൽ പോലും സംഘടനാ നേതൃത്വത്തിന് പൂർണ്ണമായും വഴി തെളിയുന്ന ഒരു സമയമാണ് അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം 2025. അതായത് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോൾ ദോഷകരമായ ചില കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക. അതുപോലെ തന്നെ ഈ പൊടിപടലങ്ങൾ അധികമായി വരുന്ന സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക. ഈ ഇസ്നോഫീലിയ പോലെയുള്ള പെട്ടെന്ന് ചികിത്സിച്ചാൽ മാറാത്ത തരത്തിലുള്ള രോഗങ്ങളൊക്കെ വന്നു ചേരുന്നതിന് ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി സഞ്ചാരം ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ വിഷജീവികളുടെ ആക്രമണം അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഈശ്വര അധീനത്തിന് വേണ്ടി ക്ഷേത്ര ചൈതന്യങ്ങളിലെത്തി പ്രാർത്ഥിച്ച് നന്മ വരുത്തുവാൻ പൂർണ്ണമായും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം വളരെ നന്മയുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.